നവതിക്ക് അതായത് MT വാസുദേവൻ നായരുടെ നവതി പ്രണാമം ആ ചടങ്ങിൽ മമ്മൂട്ടി പ്രസംഗിച്ചത് MT വാസുദേവൻ നായരെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ എന്നാണ്. MTയുമായുള്ള ബന്ധം തനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രങ്ങളായി ഞാൻ തന്നെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മമ്മൂട്ടിയെ നമുക്കറിയാം. എൻ്റെ മഹാസാമ്രാജ്യത്തിലെ മനുഷ്യരായി അവരെയെല്ലാം ഞാൻ പ്രതിഷ്ഠിച്ച് ഒറ്റയാനായി ഞാൻ അഭിനയിച്ച് തീർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ആ സിത്താരയിൽ ഇരിക്കുന്ന മമ്മൂട്ടി MTയുടെ മനസ്സുള്ള സിത്താരയിൽ MT ഇപ്പോഴും അവിടെ ഒരു അദൃശ്യ സാന്നിധ്യമായി ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അസർബൈജാനിൽ നിന്നിട്ട് ആ ഒറ്റ കുറിപ്പിൽ എത്രത്തോളം MT എന്ന മനുഷ്യനെ താൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് മമ്മൂട്ടി വ്യക്തമാക്കിയതാണ്. എല്ലാ പുരസ്കാരങ്ങളും താൻ അഭിനയിച്ചതിന് കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളും MTയുടെ കാൽച്ചുവട്ടിൽ ഗുരുദക്ഷിണയായി സമർപ്പിക്കുന്നുവെന്ന് MT വാസുദേവൻ നായരുടെ നവതിയിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അന്ന് മമ്മൂട്ടി നടത്തിയ പ്രസംഗത്തിലുണ്ട്. അത്രയ്ക്കിഷ്ടമായിരുന്നു MTക്ക് മമ്മൂട്ടിയെ എന്നുള്ളതും മമ്മൂട്ടിക്ക് MTയെ തിരിച്ചും അതിനേക്കാൾ ഇഷ്ടമായിരുന്നു എന്നുള്ളതും പല തവണയായി പല സന്ദർഭങ്ങളിലൂടെ മലയാളി കണ്ടതാണ്. ഒരു പ്രതിഭാശാലിയായ നടൻ, ആ നടനെ ഞാൻ കണ്ടെടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ടെടുത്തേനെ എന്ന് MTയും മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരസ്പരം പൂരകങ്ങളായി നിന്ന ഒരു കാലഘട്ടത്തെ തന്നെ മലയാളിക്കായി അടയാളപ്പെടുത്തി കൊടുത്ത രണ്ട് വ്യക്തികൾ. അങ്ങനെയല്ലേ നമ്മൾ MTയെയും മമ്മൂട്ടിയെയും അവർക്കിടയിലുള്ള ബന്ധത്തെയും വിലയിരുത്തേണ്ടത്. സിനോജ്. സുജ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് ഒരുപക്ഷെ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിലപ്പുറമായിരിക്കും അവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അന്നത്തെ കുറിപ്പും അങ്ങനെയായിരുന്നു. പല അഭിമുഖങ്ങളിലും ഇനി MD പരസ്യമായ അഭിമുഖങ്ങളിലൂടെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി മമ്മൂട്ടി പലതവണ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ ബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചൊക്കെ മമ്മൂട്ടിയും പല അഭിമുഖങ്ങളിൽ പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ്. MDയും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് അത്രയധികം ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു അഭിനേതാവും എഴുത്തുകാരനുമാണ് ഇരുവരുമെന്ന് പറയുന്നത്. കാരണം എഴുത്തുകാരന് അത്രമേൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് ആ നടനെ മനസ്സിൽ കണ്ട് ആ നടൻ എങ്ങനെ അഭിനയിക്കും, ആ ഡയലോഗ് എങ്ങനെ പറയും, ഇന്ന കഥാപാത്രം ഇപ്പോൾ വടക്കം വീരഗാഥയിലായിക്കോട്ടെ പഴശ്ശിരാജയിലായിക്കോട്ടെ ആ തിരക്കഥയൊക്കെ എഴുതുന്ന സമയത്ത് അത് മമ്മൂട്ടി എങ്ങനെ അഭിനയിക്കും, ആ റോൾ എത്രമാത്രം ഭംഗിയായി ചെയ്യുമെന്ന് മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ആ സിനിമ നിർമ്മിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ മമ്മൂട്ടി MD കോംബോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത നിരവധി ചിത്രങ്ങളുണ്ട്. മോഹൻലാലിനേക്കാൾ നിരവധി കഥാപാത്രങ്ങൾ MD മമ്മൂട്ടി നൽകിയിട്ടുണ്ട്. ആ മമ്മൂട്ടി ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ ഇരുവരും അവരുടെ കരിയറിൽ നല്ല റോളുകൾ നൽകിയ ഒരു എഴുത്തുകാരൻ കൂടിയാണ് MD എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് മമ്മൂട്ടിക്കാണ്. അതുകൊണ്ട് മമ്മൂട്ടിക്ക് കൂടുതൽ ആത്മബന്ധം MDയുമായും MDയുടെ കുടുംബവുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അല്പം വൈകിയെങ്കിൽ കൂടി അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് വരികയും നേരിട്ട് കാണുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സമയം അദ്ദേഹം കുടുംബാംഗങ്ങളുമായി ചെലവഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പലതവണ MDയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഈ സന്ദർശന ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുമായി സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മമ്മൂട്ടിയെ എങ്ങനെ MD അനുസ്മരിക്കുന്നു, അദ്ദേഹത്തിന് MD നൽകിയ കഥാപാത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം അനുസ്മരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും MDയുടെ മകളുമായും ഭാര്യയുമായും അദ്ദേഹം വീടിനകത്തിരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. MDയുടെ കസാര അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അദ്ദേഹം MD പതിവായിട്ടിരിക്കുന്ന ആ ലിവിംഗ് റൂമിൽ തന്നെയാണ് വന്നിരുന്ന് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ വരുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നെങ്കിൽ പക്ഷേ ഇന്നലെ കൊച്ചിയിലെത്തി. അവിടെ നിന്ന് ഇന്നാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നാട്ടിലെത്തിയാൽ ഉടൻ ഇവിടേക്ക് വരുമെന്ന്. ഏതായാലും സന്ദർശനം കഴിഞ്ഞ് വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഒരു പ്രതികരണം കിട്ടുമോ എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. മമ്മൂട്ടി പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കൊരു പ്രതികരണം കിട്ടുമോ എന്ന് നോക്കാം സുജയ്. സിത്താരയിൽ എത്തി MT വാസുദേവൻ നായരുടെ കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. രമേശ് പിഷാരടിയും ഒപ്പമുണ്ട്. ഏറെ ആത്മബന്ധമുണ്ടായിരുന്നു MT വാസുദേവൻ നായരുമായി മമ്മൂട്ടിക്ക്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുതൽ മനോരഥങ്ങൾ വരെ നീണ്ടുകിടക്കുന്നതാണ് അവർക്കിടയിലെ ചലച്ചിത്ര ബന്ധം. മമ്മൂട്ടിയിലെ നടനെ കണ്ടെത്തുകയും ആ മാധവൻകുട്ടിയിൽ നിന്ന് ഇന്നത്തെ മമ്മൂട്ടിയാക്കി പരുവപ്പെടുത്തുകയും ചെയ്തതിൽ ഏറെ പങ്കുവഹിച്ചത് MTയുടെ സിനിമകൾ കൂടിയായിരുന്നു.